ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജോജുവി ജോസഫ്, ദ ക്യാൻസർ ഹീലർ എന്നാണ് ഡോക്ടർ അറിയപ്പെടുന്നത്. ഡോക്ടർ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് കാരിത്താസ് ഹോസ്പിറ്റലിൽ. സോ നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടറിനെ ഈ ഒരു ഷോയിലേക്ക്. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, എന്താണ് ഈ ഒരു ക്യാൻസർ ഹീലർ എന്നുള്ളൊരു പേര് കിട്ടാനുള്ള ഒരു സാഹചര്യം? നമ്മൾ ക്യാൻസർ ചികിത്സയുടെ കാര്യം എടുത്താൽ ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കുമ്പോൾ നമുക്ക് 3 രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ക്യാൻസർ ക്യൂർ എന്ന് പറയും. നമ്മൾ ചികിത്സയുടെ ഭാഗമായിട്ട് ക്യൂർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു അസുഖം ട്യൂമർ കട്ട് ചെയ്ത് മാറ്റി അത് ക്യൂർ ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു യൂറിൻ ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു അത് നമ്മൾ ക്യൂർ ചെയ്തു. പിന്നെ രണ്ടാമതൊരു ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അത് നമ്മൾ ഒരിക്കലും ക്യൂർ ചെയ്യുന്നില്ല, നമ്മൾ ട്രീറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വരുമ്പോഴത്തേക്കും ഞാനൊരു സർജനാണ്. നമുക്കറിയാം നമ്മളൊരു മുറിവിനെ കുറിച്ചല്ലേ പറയുന്നത്, വൂണ്ട് ഹീൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഹീലിങ്ങിന് വേറൊരു ആസ്പെക്റ്റ് ഉണ്ട്. ഈ സർജറിയോട് അനുബന്ധിച്ച് മുറിവ് കരിയുന്ന ആ ഒരു ഹീലിങ്, അതുപോലെ തന്നെ നമ്മൾ ഈ അസുഖം ഞാൻ പറഞ്ഞല്ലോ ക്യൂർ ചെയ്യാം. ക്യൂർ ചെയ്യുന്ന ആൾക്ക് ക്യൂർ ചെയ്താലും നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പം പുള്ളിക്ക് ഒരു കുറച്ച് ഹീലിംഗ് കൂടെ ആവശ്യമുണ്ട്. അതായത് ഇനി പുള്ളി ഒരു റോൾ മോഡലായിട്ട് എന്തൊക്കെയാണ് സമൂഹത്തിന് കൊടുക്കേണ്ടത്. അപ്പം എൻ്റെ ഒരു ജോലിയും അത് തന്നെയാണ്. സമൂഹത്തിന് നമ്മൾ ക്യാൻസർ വരാതെ തടയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലാണ് ഞാൻ ഇവിടെ. അതുകൊണ്ടാണ് ക്യാൻസർ ഹീലർ. സോ ബേസിക്കലി ഇപ്പം നമ്മൾ ഈ ഒരു ക്യാൻസർ എന്ന് പറയുമ്പോൾ ഒരു സാധാരണയായിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്താണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുക ഇപ്പോൾ ഒരു ക്യാൻസർ എന്ന് പറയുമ്പോൾ? ക്യാൻസർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളുടെ തന്നെ ശരീരത്തിലെ കോശങ്ങൾ, ആ കോശങ്ങൾക്ക് അബ്നോർമാലിറ്റി വരുന്നു. ആ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള അബ്നോർമാലിറ്റി വരുമ്പം, കോശങ്ങൾക്ക് അബ്നോർമാലിറ്റി ഉണ്ടാകുമ്പം നമ്മുടെ ശരീരം തന്നെ അത് നശിപ്പിച്ച് കളയും. അപ്പോൾ അങ്ങനെയുള്ള ആ നശിപ്പിക്കൽ പ്രക്രിയയിൽ പെടാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഉണ്ടാകുന്ന വളരുന്ന കോശങ്ങളാണ്. അപ്പോൾ ആ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ കൺട്രോളിലല്ല. അപ്പോൾ അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ബാക്കി നമുക്കറിയാം ഏതൊരു അവയവമാണെങ്കിലും അതിൻ്റെ വളർച്ചയ്ക്കൊക്കെ ഒരു ലിമിറ്റുണ്ട്. മറ്റേ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏതൊരു അവയവത്തിൽ അതങ്ങനെ സംഭവിച്ചോ അതിങ്ങനെ വളർന്നു കഴിയുമ്പോഴത്തേക്കും ആ അവയവം നശിച്ചു പോകും. അതിനുശേഷം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇത് പതിയെ രക്തത്തിൽ കലർന്ന് മറ്റ് അവയവങ്ങളിലെത്തും. അവിടെ ഇത് പറ്റിപ്പിടിച്ച് വളരും. അപ്പോൾ ആ അവയവത്തിലും അവിടെ ഇത് പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ സാധാരണ അവയവത്തിന് നാശം സംഭവിക്കും. അങ്ങനെ നമുക്ക് വിവിധ അവയവങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ മരണം സംഭവിക്കും. അതാണ് റിയൽ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അബ്നോർമാലിറ്റി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം നിയന്ത്രിക്കുന്നത്, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്തൊക്കെയാണെന്നുള്ളത് നിയന്ത്രിക്കുന്നത് നമ്മുടെ ജനിതക ഘടനയാണ്. അത് DNA എന്ന് പറഞ്ഞ മോളിക്യൂളിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ DNAക്ക് വ്യത്യാസം വരുമ്പോഴാണ് ഈ വക ചേഞ്ചസ് വരുന്നത്. ഇതാണ് ഒരു സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതി. നമ്മുടെ തന്നെ കോശങ്ങൾ മൾട്ടിപ്ലൈ, അതായത് അബ്നോർമലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അബ്നോർമലായിട്ട് മാറിയതിനു ശേഷം മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഈ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല തൊട്ട് താഴെ വരെയുള്ള പല ടൈപ്പുകളിലെ ക്യാൻസറുകൾ നമുക്ക് കാണാമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രെയിൻ ട്യൂമർ, ഇപ്പം ത്രോട്ട് തൊട്ട് എല്ലാ ഭാഗങ്ങളിലും ക്യാൻസറുകൾ വരാം. ഇതിൽ ക്യൂറബിളും നോട്ട് ക്യൂറബിളും ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന ക്യാൻസറുകളുണ്ടോ? ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ ഈസ് ക്യൂറബിൾ എന്നുള്ളതാണ് നമുക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം അതിനൊരു ഇത് കാര്യം മാത്രമേ ഉള്ളൂ, ഈ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കണം. അഡ്വാൻസ്ഡ് ആയിട്ട് സ്റ്റേജ് 4 അവസാനത്തെ സ്റ്റേജ് വരുന്ന ക്യാൻസറുകൾ മിക്കവാറും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. അത് ഏത് അസുഖമാണെങ്കിലും, ക്യാൻസർ മാത്രമല്ല. അപ്പം നമ്മളൊരു സിമ്പിൾ പനി അല്ലെങ്കിൽ ന്യൂമോണിയ അതുപോലെ ഒരു അസുഖം എടുത്തോളൂ, അത് നമ്മൾ പ്രാരംഭത്തിൽ ചികിത്സിച്ചാൽ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ അസുഖം കടുത്ത് സെപ്സിസിലേക്കൊക്കെ പോയാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ക്യാൻസർ മറ്റേത് അസുഖം പോലെ തന്നെയാണ്, അതിൻ്റെ പ്രാരംഭത്തിൽ കിട്ടിയാൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. പ്രാരംഭത്തിൽ ചികിത്സിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബോഡിയിലൊരു വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും? ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അറിയാൻ പറ്റും ഒരു ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ ഒരു അസുഖം വരുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു കോമൺ ആയിട്ട് കുറച്ച് സിംറ്റംസോ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക്? പ്രധാനമായിട്ടും നമുക്ക് ഏതെങ്കിലും ഒരു അവയവത്തിൽ വരുമ്പോൾ ആ അവയവത്തിനോട് റിലേറ്റഡ് സിംറ്റംസ് ആണ് പ്രധാനമായിട്ടും വരിക. ഇപ്പോൾ നമ്മൾ ലങ്സ് ആണെങ്കിൽ ചുമയ്ക്കുമ്പം രക്തം വരിക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ബ്രസ്റ്റിൽ മുഴയുണ്ടാകും, അങ്ങനെയാണ്. പക്ഷേ അപ്പോൾ ഓരോ അവയവത്തിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസാണ് സാധാരണ പ്രത്യക്ഷപ്പെടുക. ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ പുതിയതായിട്ട് പ്രത്യക്ഷപ്പെടുന്ന മുഴകൾ, വേദനയില്ലാത്ത വളരുന്ന മുഴകൾ, അത് ഏത് ആണെങ്കിലും നമ്മൾ സംശയിക്കണം.
പിന്നെ രണ്ടാമത് ഈ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് വായിലോ തൊലിയിലോ എവിടെയെങ്കിലും മുറിവുണ്ടാകുകയും ആ മുറിവ് കരിയാതിരിക്കുക, ഒരു 3 ആഴ്ചയൊന്നുമായിട്ട് ഇത് കരിയുന്നില്ല, അതിൻ്റെ വളർച്ചയുണ്ടെങ്കിൽ അതും ഒരു ക്യാൻസർ, പൊതുവായിട്ടൊരു ക്യാൻസർ ലക്ഷണമായിട്ട് പറയാം. പിന്നെ രണ്ടാമത് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസ്. നമ്മൾ നോർമൽ ഭക്ഷണമൊക്കെ കഴിച്ച് സാധാരണ പോലെ നടക്കുമ്പോഴും നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസും ഒരു ക്യാൻസർ സിംറ്റമാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസിന് ക്യാൻസറിനേക്കാളും കോമൺ ആയിട്ടുള്ള മറ്റ് ഡയബറ്റീസ് അല്ലെങ്കിൽ വെറും പനി അല്ലെങ്കിൽ ക്ഷയം, അങ്ങനെ ഒത്തിരി അസുഖങ്ങളുടെ പ്രധാന കാരണമാണ് ഈ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്. അതിൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ അതിലൊരു താഴത്തെ ഒരു ഇതായിട്ട് വരുന്നത്. അതുകൊണ്ട് വെയിറ്റ് ലോസ് വന്നു വിചാരിച്ചാൽ നേരെ കയറി എനിക്ക് ക്യാൻസർ വിചാരിക്കരുത്. അപ്പോൾ അതൊരു റെയറാണ്. അതുപോലെ തന്നെ ഈ ഇടവിട്ടുണ്ടാകുന്ന പനി, ചിലർക്കുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പനി ഉണ്ടാകുന്നത്, അങ്ങനെയുള്ളതും ഒരു ക്യാൻസർ, ജനറൽ ക്യാൻസർ ലക്ഷണമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, വിട്ടുമാറാത്ത ചുമ അല്ലെങ്കിൽ 3 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമയും നമ്മൾ ഒരു ക്യാൻസർ ലക്ഷണമായിട്ട് നമ്മൾ പരിഗണിക്കണം. ഓർക്കുക, അതും ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ്. അതിൽ ഈ 3 ആഴ്ച വിട്ടുമാറാത്ത ചുമ വരുന്ന സാധാരണ ഇതിൽ ഇൻഫെക്ഷൻ, TB അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ക്യാൻസറിൻ്റെയും ഒരു ലക്ഷണമായിട്ട് നമുക്ക് കരുതാം. പിന്നെ നമുക്ക് മലത്തിൽ കൂടെയും മൂത്രത്തിൽ കൂടെയൊക്കെ രക്തം പോവുക, അങ്ങനത്തെ ഇതൊക്കെയാണ് നമ്മളൊരു ജനറൽ ആയിട്ടുള്ള സിംറ്റംസ് ആയിട്ട് നമ്മൾ ക്യാൻസറിന്. ഇപ്പം സാർ ഈ വെയിറ്റ് ലോസിന്റെ കാര്യം പറഞ്ഞില്ല, ഇപ്പം അൺയൂഷ്വൽ ആയിട്ടുള്ള വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ഏകദേശം എങ്ങനെയാ, ഇപ്പോൾ ഒരു 3-4 കിലോ കുറയുന്ന, ഒരു 10 കിലോ, അത് കണ്ടിന്യൂസ് ഉള്ള ഒരു പീരിയഡിൽ ഇപ്പം ആൾക്കാർക്ക് വരാറില്ല. ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ നന്നായിട്ടിരുന്ന് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അവർക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം 10 കിലോ അങ്ങനെ ഏകദേശം 2-3 കിലോ ആണോ അതോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നമ്മുടെ ഒരു വെയിറ്റിന്റെ ഒരു 10% കണക്കെടുക്കുക. നമ്മുടെ ഒരു കിലോ പറഞ്ഞാൽ ഓരോരുത്തർക്കും ഡിഫറെന്റ്. നമ്മുടെ ഒരു ജനറൽ ഒരാളുടെ വെയിറ്റിന്റെ ഒരു 10% നമുക്കൊരു ഒരു 4 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് ഒരു വ്യത്യാസം ഇല്ലാതെ കുറഞ്ഞുവെങ്കിൽ അതാണ് നമ്മൾ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്. അത് നമ്മളത് പരിശോധന നടത്തി എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ സാർ ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഈ നമ്മുടെ ട്രീറ്റ്മെന്റ്, ഇപ്പം നമ്മൾ ട്രീറ്റ്മെന്റ് ഇപ്പോൾ ക്യാൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള നമ്മുടെ എന്തൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ്? ക്യാൻസർ ഉണ്ടോ? ഇപ്പം എനിക്കിപ്പം ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ നമുക്ക് മാമോഗ്രാം ചെയ്യാം. അല്ലാതെ ഇപ്പോൾ ബാക്കിയുള്ള നമുക്ക് ഓവറോൾ ഒരു ക്യാൻസർ ഉണ്ട്, നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഒരു കോശങ്ങൾ വളരുന്നുണ്ടെന്ന് ജനറൽ നോർമൽ ആയിരിക്കുന്ന ഒരാൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക, അങ്ങനെയാണോ? ഇപ്പം നമ്മളിപ്പോൾ ഒരു 40 years, ഇപ്പം എല്ലാവർക്കും പേടിയാണല്ലോ ക്യാൻസർ ഉണ്ടോ, ഓരോരോ ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സിംറ്റംസ് വരുമ്പോൾ തന്നെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി പ്രചാരങ്ങൾ ഉള്ളതുകൊണ്ട് ആൾക്കാർ ആക്ച്വലി ഇപ്പം പാനിക്കാണ് ഈ ഒരു അസുഖത്തിനെ കുറിച്ച്. അപ്പം നമുക്ക് ശരിക്കും ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ബ്ലഡും എല്ലാം ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു ഡയഗ്നോസ്റ്റിക് പ്ലാനോ അങ്ങനെ എന്തെങ്കിലും? നോർമൽ ഒരാൾക്ക് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ടെസ്റ്റ് ഇല്ല. നമുക്ക് പക്ഷെ ഒരു ടാർഗറ്റഡ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രായം കൂടി വരുന്നവരിലാണ് ഒരു അസുഖം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് എക്സ്പെൻസ് ഉണ്ട്, ആശുപത്രിയിൽ പോകണം. അപ്പോൾ അതുപോലെ തന്നെ ഈ ടെസ്റ്റ് ചെയ്ത് നേരത്തെ കണ്ടുപിടിച്ചാൽ അത് ക്യൂറബിൾ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ക്യാൻസറുകളെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് ടെസ്റ്റുകളുണ്ട്. അതിനെയാണ് നമ്മൾ ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ 40 വയസ്സിന് ശേഷമൊക്കെയാണ് നമ്മൾ ഈ ക്യാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടി പോകുന്നത്. കാരണം ക്യാൻസർ വരാനുള്ള സാധ്യത ആ സമയത്തേക്കാണ്, അതിനുശേഷമാണ് കൂടുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും കോമൺ ആയിട്ടുള്ള. അതുപോലെ നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ബ്രസ്റ്റ് ക്യാൻസർ, കോളോറക്ടൽ ക്യാൻസർ, പിന്നെ യൂട്രൈൻ സെർവൈക്കൽ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ, അതായത് വായിൽ വരുന്നത്. ഇത്രയും ക്യാൻസറുകളാണ് നമ്മൾ ഈ സ്ക്രീനിങ് ചെയ്ത്, അതായത് നോർമൽ ആൾക്കാരിലും ചെക്ക് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത്. അതിൽ ഓരോന്നിനും ഓരോ റെക്കമെൻഡഡ് ഷെഡ്യൂളുണ്ട്. അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുക. ഇത് ഓരോ ടെസ്റ്റുകളാണോ അതോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു പാക്കേജ് ആയിട്ടുള്ള പല പല ടെസ്റ്റുകളാണോ? നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, അതായത് സ്വയം സ്ഥാന പരിശോധന പ്ലസ് ഇയർലി മാമോഗ്രാം, അതാണ് ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടിയുള്ള സ്ക്രീനിങ് പ്രോഗ്രാം നോർമൽ ആൾ ചെയ്യേണ്ട കാര്യം. പിന്നെ ഇപ്പോൾ നമ്മൾ കോളോറക്ടൽ, അതായത് വൻകുടൽ മലാശയ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് ആണെങ്കിൽ നമ്മൾ ഒരു എവരി 3 ഇയറിൽ സ്റ്റൂളിൽ ബ്ലഡ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്, സ്റ്റൂളൊക്കെ ബ്ലഡ് എന്ന് പറയും. പിന്നെ ഒരു 5 ഇയേഴ്സിൽ കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കുക. അതാണ് നമ്മൾ ഈ കോളോറക്ടൽ ക്യാൻസർ, അതാണ് എൻ്റെ റെക്കമെൻഡഡ്. 45 ഇയേഴ്സ് തൊട്ടാണ് നമ്മളതിൻ്റെ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. പിന്നെ യൂട്രൈൻ സെർവൈക്കൽ ക്യാൻസർ നമ്മൾ പാപ്പ് ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്. അത് നമ്മൾ 21 ഇയേഴ്സ് തൊട്ട് തുടങ്ങണമെന്നാണ്. അത് എവരി 3 ഇയറിൽ പാപ്പ് ടെസ്റ്റോ അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ടെസ്റ്റോ ചെയ്യുക. പിന്നെയുള്ളത് ലങ് ക്യാൻസറാണ്. അതിന് ലോ ഡോസ് CT സ്കാൻ എന്ന് പറയും. നമ്മുടെ കേരളത്തിൽ അത്ര ഒരു കോമൺ ആയിട്ടത് നമുക്ക് അവൈലബിൾ അല്ല, ലോ ഡോസ് CT സ്കാൻ. ഇത്രയാണ് നമ്മൾ ഈ ഓരോ അവയവം തിരിച്ച് നമുക്ക് ടെസ്റ്റുകൾ പറയുകയാണെങ്കിൽ. പിന്നെ പ്രോസ്റ്റേറ്റിന് ഞാൻ പറഞ്ഞത്, പ്രോസ്റ്റേറ്റ് ആണ് നമ്മൾ 55 വയസ്സ് കഴിഞ്ഞാണ്
നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ 40 ഇയേഴ്സ് തൊട്ട് നമ്മളൊരു ചില ഹൈ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ റെക്കമെൻഡ് ചെയ്യും. അത് നമ്മൾ സിറം PSA, ഒരു ട്യൂമർ മാർക്കർ എന്ന് പറയും, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യും. പിന്നെ ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ. ഇത്രയാണ് നമ്മൾ ഒരു നോർമൽ ആൾക്കാർക്ക് ആശുപത്രിയിൽ പോയി ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ടെസ്റ്റുകൾ. ഇപ്പൊ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര കോമൺ. ഈ അടുത്താണോ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണോ എന്ന് അറിയത്തില്ല, പക്ഷെ ഓൾമോസ്റ്റ് നമുക്ക് അറിയാവുന്ന ഒരുപാട് ആൾക്കാർക്ക് വരുന്ന ഒരു സാധനമാണ് ഇപ്പൊ പ്രോസ്റ്റേറ്റ്, ആണുങ്ങൾക്ക്. അത് എന്തുകൊണ്ടാണ് ഇപ്പൊ ലേറ്റ്ലി കൂടിയതാണോ അതോ നേരത്തെ തൊട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ അറിയാതെ ഇരിക്കുന്നതാണോ? മൾട്ടി ഫാക്ടോറിയലാണ്. നമുക്ക് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായത്തിന്റെ ഒരു അസുഖമാണ്. നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ 80 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ എല്ലാവരുടെയും പ്രോസ്റ്റേറ്റ് പരിശോധിച്ചാൽ അവിടെ ഓൾറെഡി ക്യാൻസർ ചേഞ്ചസ് ഉണ്ടായിരിക്കുമെന്നാണ് നമ്മുടെ. അത് ക്ലിനിക്കലായിട്ട് ലക്ഷണമൊന്നും ഉണ്ടാകത്തില്ല, ബട്ട് ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ ഇതൊരു പ്രായമാകുമ്പം സംഭവിക്കുന്ന ഒരു ക്യാൻസറാണ്. അത് നമ്മുടെ പ്രായം കൂടിയ ആൾക്കാർ നമ്മുടെ സൊസൈറ്റി കൂടുതൽ കാലമുള്ളവരും കൂടുതലുള്ളത് കൊണ്ടും നമുക്ക് കമ്പാരിറ്റീവ്ലി പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇപ്പോൾ കൂടുതലാണെന്ന് നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളും ആൾക്കാർ ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ, കാരണം ഇതിനൊന്നും വലിയ സിംറ്റംസ് ഉണ്ടാകത്തില്ല, കൂടുതലാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡിറ്റക്ഷൻ ഉണ്ട്. പിന്നെ ഒരു പരിധി വരെ കുറച്ചുകൂടെ ഏർലി ഏജിൽ 45 to 55 ഏജിലുള്ള ഇച്ചിരി കുറച്ചുകൂടെ റീസെൻ്റ് ആയിട്ട് കുറേ ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ശരിക്കും എന്തെങ്കിലും ഒരു റീസൺ അങ്ങനെ വരുന്നതല്ല അല്ലെ? ജനറലി നമ്മുടെ ലൈഫ് സ്റ്റൈലോ എന്തെങ്കിലും ഒരു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്നതാണോ? അതിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പോകണമെങ്കിൽ, അതായത് നമ്മൾ പിന്നെ റെഗുലർ എക്സസൈസ്, റെഗുലർ ഡയറ്റ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പം നമ്മുടെ സെർവിക്കൽ ക്യാൻസറും ഒത്തിരി ഇപ്പം പോപ്പുലർ ആയിട്ട് വാക്സിൻ ഒക്കെ വന്ന സ്ഥിതിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ഈ സെർവിക്കൽ ക്യാൻസർ എന്ന് വെച്ചാൽ. ഈ സെർവിക്സിൽ വരുന്ന ശരിക്കും എക്സാക്ട്ലി അത് എവിടെയാണ് നമുക്ക് ആ ഒരു സെർവിക്കൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നത്? നമ്മുടെ യൂട്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി ഒരു പിയർ ഷേപ്ഡ് ഒരു അവയവമാണ്. അതിന് മസിൽ കൊണ്ടുള്ള ഒരു ഭാഗമുണ്ട്. പിന്നെ അതിനകത്തൊരു ക്യാവിറ്റി ഉണ്ട്, എൻഡോമെട്രിക് ക്യാവിറ്റി എന്ന് പറയും. അവിടെയാണ് നമ്മൾ കുട്ടികളുണ്ടാകുന്നത്. അതിനുശേഷം അത് നമ്മുടെ വജൈനയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് ആ വജൈനയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഭാഗത്തിനാണ് നമ്മൾ യൂട്രൈൻ സെർവിക്സ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഗർഭാശയ ഗളം അല്ലെങ്കിൽ ഗർഭാശയ മുഖം എന്നൊക്കെ പറയും. ആ ഭാഗത്ത് വരുന്ന ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ. ഈ യൂട്രൈൻ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രിവെന്റബിൾ ക്യാൻസറാണ്. നമ്മളിപ്പോൾ ക്യാൻസർ വാക്സിനെ കുറിച്ചൊക്കെ ഒത്തിരി ന്യൂസിൽ വരുന്നുണ്ട്. ഇത് HPV വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 100% പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ. അങ്ങനെ വാക്സിൻ വഴി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസറേ ഉള്ളൂ, അത് ഈ യൂട്രൈൻ സെർവൈക്കൽ ക്യാൻസറാണ്. ഈ വാക്സിന്റെ കാര്യം സംസാരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ സംശയമാണല്ലോ വാക്സിൻസ് എടുക്കുമ്പോഴത്തേക്ക്. ഇപ്പം കോവിഡിന്റെ കുറെ പേര് എടുക്കാതെ ഉണ്ട്. ഈ സെർവിക്കൽ ക്യാൻസർ ഇതുപോലെ ഗവൺമെന്റ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിള്ളേരെ, കുട്ടികൾക്ക്. ഏജ് എത്ര ഏജ് ആണ് ഡോക്ടർ? അതായത് ഈ പ്രീ പ്യൂബർട്ടൽ, അതായത് ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസാണ്, ബാധയാണ്. അത് യൂഷ്വലി ഫീമെയിൽസിന് കിട്ടുന്ന സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ കൂട്ടത്തിലാണ്. അപ്പോൾ പ്യൂബർട്ടൽ ഏജിന്, അത് ബിഫോർ ഫസ്റ്റ് സെക്ഷൽ എക്സ്പോഷറിന് മുമ്പ് വാക്സിൻ കൊടുക്കാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്യൂബർട്ടിക്ക് മുമ്പ് 9 വയസ്സ് 10 വയസ്സ് ആ ഒരു സമയത്താണ് നമ്മൾ ഈ HPV വാക്സിൻ, അതായത് സെർവിക്കൽ ക്യാൻസറിന് വരാതിരിക്കാനുള്ള വാക്സിൻ കൊടുക്കാനുള്ള റെക്കമെൻഡേഷൻ കൊടുക്കും. ഒരൊറ്റ വാക്സിനേ ഉള്ളൂ അതോ എന്തെങ്കിലും ഡോസേജ് ഉണ്ടോ അതിന്? ഈ സെർവിക്കൽ ക്യാൻസറിന്റെ സെർവൈക്കൽ ക്യാൻസർ മൾട്ടിപ്പിൾ വാക്സിൻസ് അവൈലബിൾ ആണ്. അതായത് ഇതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെർവൈക്കൽ ക്യാൻസർ വരാനായിട്ട് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 232 ടൈപ്പോളം വരും ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അതിൽ ഏതാണ്ട് ഒരു 18 എണ്ണമാണ് ഈ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന ഗ്രൂപ്പിനെ തടഞ്ഞു നിർത്തുന്ന 2, 3, 4 അങ്ങനെ ആ എത്ര എണ്ണത്തിനെ വീടുമ്പോൾ അങ്ങനെ ബൈവാലൻ, ക്വാഡ്രിവാലൻ, ഇപ്പം നമുക്ക് 9 വാലന്റ് 9 വൈറസിനെ വരെ തടഞ്ഞു നിർത്തുന്ന ഇതുണ്ട്. അതെല്ലാം പ്രധാനമായിട്ടും നമുക്ക് ഈ 4 എണ്ണം തടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻസർ സാധ്യത കുറയ്ക്കും. അതുകൊണ്ട് നമുക്ക് അതിന് അപ്പോൾ കോസ്റ്റ് കുറയും. 2000 രൂപയ്ക്ക് പിന്നെ സർക്കാർ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. സെർവൈക്കൽ ക്യാൻസർ കൂടാതെ നമ്മുടെ ശരീരത്തിൽ വരുന്ന അരിമ്പാറ, അല്ലെങ്കിൽ വജൈനൽ ക്യാൻസർ, വൾവർ ക്യാൻസർ, ഏനൽ ക്യാൻസർ, പിന്നെ ഒരു ചില ടൈപ്പ് ഓറൽ ക്യാവിറ്റി ക്യാൻസർ ഒക്കെ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് റിലേറ്റഡ് ആണ്. അപ്പോൾ ആ വൈറസിനെ എല്ലാം കൂടെ കവർ ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും ബാക്ടീരിയ കവർ ചെയ്യണം. അപ്പോൾ ഈ ബാക്ടീരിയയുടെ എണ്ണം കൂടുമ്പോഴത്തേക്കും ഇതിന്റെ കോസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് ബേസിക്കലി ഈ 4 എണ്ണം കവർ ചെയ്ത് നമ്മുടെ സെർവൈക്കൽ ക്യാൻസറിന്റെ പ്രോബ്ലം ഏതാണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കോസ്റ്റിന്റെ ഫാക്ടർ വെച്ച് ഗവൺമെന്റ് ഈ ക്വാഡ്രിവാലന്റ് വാക്സിൻസ് ആണ് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. ബാക്കി 9 വാലന്റ് ആണ് കോസ്റ്റ്ലി എന്ന് പറയുന്നത്. അത് ഇവിടെ ഇല്ല, നമുക്ക് അവൈലബിൾ ആണ്, പക്ഷേ 9,000 10,000 റുപ്പീസ് വരും. അതുപോലെ വേറെ എന്തൊക്കെ ടൈപ്പ് ക്യാൻസർ നമുക്ക് വാക്സിനേഷൻസ് അവൈലബിൾ ആണ്? ക്യാൻസർ വാക്സിനെ കുറിച്ച് പറയുമ്പോൾ 2 ടൈപ്പാണ് വാക്സിനുകൾ. ഒന്ന് പ്രിവെന്റീവ് വാക്സിൻ, അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്, അസുഖം വരാതെ തടയുന്നത്.
അങ്ങനെയുള്ള വാക്സിൻസ് വളരെ കുറവാണ്. ഇതിൽ ഒരെണ്ണം ഈ HPV വാക്സിനാണ്. പിന്നെയുള്ള HBsAg എന്ന് കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് ബി വരാതെ. ആ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിൻ്റെ അണുബാധയ്ക്ക് ശേഷമാണ് നമ്മുടെ ഈ ലിവർ ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെതിരെ അങ്ങനെ ഉള്ള വാക്സിൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ പ്രിവെൻറ്റീവായിട്ടുള്ള വാക്സിൻ പ്രധാനമായിട്ടുള്ളത്. ബാക്കിയുള്ള ക്യാൻസർ വാക്സിൻസ് കേൾക്കുന്ന മുഴുവൻ തെറാപ്യൂട്ടിക് വാക്സിൻസ് ആണ്. അതായത് വന്നതിന് ശേഷം ക്യാൻസറിന് ചികിത്സയ്ക്കായിട്ട് വാക്സിൻ ഉപയോഗിക്കുക. അതാണ് രണ്ടാമത്തെ ടൈപ്പ്. അതാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ ഈ കേൾക്കുന്ന വാക്സിൻസ് ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു റിസർച്ചിൽ നോക്കുവാണെങ്കിൽ ഇത്രയും വലിയൊരു അസുഖം, ഇത്രയും ആൾക്കാർ മരിക്കുന്നു പെയിൻഫുൾ ആയിട്ട്, അപ്പോൾ ഒരു വാക്സിനേഷനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും റിസർച്ചോ അങ്ങനെ എന്തെങ്കിലും? വളരെ നാളുകളായിട്ട് ഇതിനെക്കുറിച്ച് റിസർച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ HPV വാക്സിൻ. അതുപോലെ തന്നെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഒരു 7 രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ലങ് ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിൻ്റെ ട്രയൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇത് റിസർച്ച് തീർച്ചയായിട്ടും നടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ്, കുറേ നാളുകളായിട്ടുണ്ട്. ആൾക്കാരുടെ ഒരു സംശയമാണ്, അതായത് ഡോക്ടർമാരും മെഡിക്കൽ കമ്പനിക്കാരും ഇത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്, കാരണം വാക്സിൻ വന്നാൽ ഇവരുടെ പണി പോകും. ആക്ച്വലി അങ്ങനെയല്ല, നമുക്ക് പോസിറ്റീവായിട്ട് ഇതിനു വേണ്ടി റിസർച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ബേസിക് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 230 ടൈപ്പോളം വിവിധ ടൈപ്പ് ക്യാൻസറുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ, ഒരാളുടെ ശരീരത്തിൽ ഒരു ക്യാൻസർ വന്നാൽ ആ ക്യാൻസറിൻ്റെ ആ കോശങ്ങൾ തന്നെ പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, നമ്മളിപ്പം നമ്മുടെ കൊറോണ വന്നു, അതൊരു വൈറസാണ്, ആ ഒരു വൈറസേ ഉള്ളൂ. അപ്പോൾ അതിനെതിരെ വളരെ പെട്ടെന്ന് വാക്സിൻ എടുക്കാൻ പറ്റും. ചേഞ്ചസ് വരുമ്പോൾ മാറ്റും, പക്ഷെ അതന്നേരം ആ ഒരു വലിയ ചെറിയൊരു ചേഞ്ചസേ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഉണ്ടാവാനായിട്ടുള്ള വാക്സിൻ ചേഞ്ചസും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് ഇങ്ങനെ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള സംഭവങ്ങളുള്ളപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് ബേസിക്കലി ക്യാൻസർ പ്രിവെന്റ് ചെയ്യാനുള്ള ഡിലേ വരുന്നത് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരുപാട് മിത്തുകളുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഒരു ചാനലിൽ ഇതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, ഇതുപോലെയുള്ള ചെറിയ എന്തോ ടെസ്റ്റുകൾ ചെയ്താൽ കണ്ടുപിടിക്കാം, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരുപാട് പ്രചരണങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ സ്മോക്കിംഗ് ഫോർ എക്സാമ്പിൾ, ഒരാളൊരു 100% ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒരാൾ സ്മോക്ക് ചെയ്താൽ ക്യാൻസർ വരും എന്നാണോ, അതോ ചാൻസസ് ഹയർ ആണെന്നാണോ, എങ്ങനെയാണ് സാർ അത്? അതെന്ന് നമ്മളൊരു സേഫ്റ്റി ഇതാണ് അവിടെ നമുക്ക് അറിയാവുന്ന കാരണങ്ങൾ. അതായത് ഈ കാര്യം ചെയ്താൽ ക്യാൻസർ ഉണ്ടാവാൻ സാധിക്കും. നമുക്കറിയാലോ, ഈ എന്ത് ക്യാൻസർ റിലേറ്റഡ് കാര്യമാണെങ്കിലും അതിൻ്റെ അകത്തൊരു ജനറ്റിക് ബിൽഡപ്പ് ഉണ്ട്. നമ്മുടെ ഏത് രീതിയിലുള്ള ജനറ്റിക് മെറ്റീരിയലാണ് നമ്മുടെ അനുസരിച്ചാണ് നമ്മുടെ സസെപ്റ്റബിലിറ്റി പറയുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ അസുഖം വരാൻ ചിലരെ കണ്ടാൽ തീരെ വയ്യാത്ത, അതുപോലെ പവർഫുൾ ആയിട്ടുള്ള ജീനിനെതിരെ ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സ്പോഷർ വന്നാലും ചിലപ്പോൾ അവർ കുഴപ്പമില്ലാതെ പോകും. പക്ഷേ നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ എന്താ പറയുക, ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യണം എന്ന് വെച്ചാൽ, ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്താൽ മരിക്കാതിരിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. പക്ഷേ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം അപകടങ്ങൾ ഒഴിവാക്കാം. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ലങ് ക്യാൻസർ ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്മോക്കിങ്ങിനോട് റിലേറ്റഡ് കാര്യങ്ങളാണ്. അപ്പോൾ അത് നിർത്തിയാൽ ക്യാൻസർ നമുക്കൊരു നല്ലതുപോലെ തടയാൻ പറ്റും. അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്മോക്കിങ്ങും ടുബാക്കോ ആയിട്ട് റിലേറ്റഡ് ആണ്. ഏതാണ്ട് നമ്മുടെ ലോകത്ത് ഉണ്ടാകുന്ന ഏതാണ്ട് 50 തൊട്ട് 60% വരെ ക്യാൻസർ ടുബാക്കോ റിലേറ്റഡ് ആണ്. ടുബാക്കോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലോകത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ 50% ക്യാൻസറുകൾ അങ്ങനെ തന്നെ പ്രത്യക്ഷമാകും. അപ്പം അതാണ് അതിൻ്റെ അത്. അപ്പം നമുക്ക് അറിയാം ഇതൊരു ക്യാൻസർ കോസിങ് ആണ്. അല്ലാതെ നിങ്ങൾ വലിച്ചാൽ ക്യാൻസർ വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളുടെ സാധ്യത നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷം അടുപ്പിച്ച് സിഗരറ്റ് വലിച്ചു, സ്മോക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ ക്വിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ക്യാൻസർ വരുമ്പോഴത്തേക്ക് ഇതാണ് റീസൺ, അതോ ഇതുകൊണ്ടും വരാം? ഈ നേരത്തെ നമ്മൾ ഇപ്പോൾ ഈ സ്മോക്കിംഗ് നമ്മൾ എത്ര നാൾ വലിച്ചാലും നമ്മളത് ക്വിറ്റ് ചെയ്യുന്ന അടുത്ത മണിക്കൂർ തൊട്ട് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. ക്യാൻസർ മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ബെനിഫിഷ്യൽ എഫക്റ്റ് വന്നു തുടങ്ങും ഒരു മണിക്കൂറിൽ തന്നെ, ആദ്യത്തെ മണിക്കൂറിൽ തന്നെ. പിന്നെ അതനുസരിച്ച് കൂടി വരുന്നതനുസരിച്ച് നമ്മുടെ ഈ ഓരോ അസുഖത്തിനുള്ള കാർഡിയാക്കായാലും മറ്റു ഉള്ള അസുഖങ്ങളുടെ എല്ലാം സാധ്യതകൾ കുറഞ്ഞു വരും. ക്യാൻസറിൻ്റെ ആണ് ഡിലേഡ് ആയിട്ട് കുറഞ്ഞു വരുന്നത്. നമ്മളിപ്പോൾ ഒരു 5 വർഷം നിർത്തി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു 1/4 ക്യാൻസർ സാധ്യത കുറയും. 10 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഹാഫ് കുറയും. ഒരു 20 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 3/4 ചാൻസസ് കുറയും. ഒരിക്കലും 100% കുറയില്ല, കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്, ഡാമേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് ഏജിലാണെങ്കിലും സ്മോക്കിംഗ് നമ്മൾ നിർത്തുന്നത് ഓൾവേസ് നമുക്ക് അഡ്വാൻറ്റേജസ് ആണ്, ഗുണകരമാണ്, അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ.